രാവിലെ തൊട്ട് ഞാൻ ഈ മന്നിപ്പടിച്ചോണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റിൽ 2-3 ഗുളിക എടുത്ത് കഴിച്ചാൽ പിന്നെ മന്നിപ്പല്ല മരിച്ചു പോയില്ല, അതിശയുള്ളൂ. ഞാൻ 2 സിട്രസിന് എടുത്ത് കഴിച്ചതിന്റെ ആ ഒരു എഫക്റ്റ് ആട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറക്കം തൂങ്ങി ഞാൻ ചത്തില്ലാന്നേ ഉള്ളൂ. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും അടുക്കളയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അത് കയ്യോടെ കഴുകിയിട്ട് നല്ല കുളി അങ്ങോട്ട് പാസ്സാക്കാന്ന് വിചാരിച്ചോല്ലേ, അല്ലെ കുളി അങ്ങോട്ട് പാസ്സാക്കാന്ന് വിചാരിച്ചു. എനിക്ക് പണിയാണെങ്കിലും ചാവാൻ വേണ്ടി പോയാലും എനിക്ക് കുളിക്കണം കേട്ടോ ഡെയിലി. അപ്പൊ ഞാൻ വേഗം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് തണുപ്പളത്തിൽ കുളിക്കാനുള്ള ശേഷി ഇല്ല കേട്ടോ. അപ്പോഴാണ് അതിനൂസ് 1.5 പണിയല്ല, അതിന്റെ 8ന്റെ പണി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവള് സോപ്പുവെള്ളം അങ്ങോട്ട് കൊട്ടി എന്നിട്ട് എന്നെയും ചിത്തോറിനോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കുറച്ച് ഡ്രസ്സുകൾ എടുക്കാണ്ടായിരുന്നു ഉണക്കിയത്. അപ്പൊ ആ ഉണക്കിയത് വേഗം കയ്യോട് എടുക്കാണ്. ഇവിടെ മഴ പെയ്യുന്നത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടും ഒരു സാധനത്തിനെ കാണാണ്ടായപ്പോഴാട്ടോ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഇവളായിട്ട് കുളിക്കാൻ കയറിക്കന്നെ നാട്ടുകാർ മൊത്തം അറിയും. അത്രയൊക്കെ സൗണ്ട് ആയിരിക്കും കേട്ടോ. ഞാൻ കുളിക്കാൻ കയറിയുന്ന നാട്ടുകാർ മൊത്തം അറിയുവേ. അതിന് മാത്രം സൗണ്ട് അവളെടുത്തിട്ട് അവിടെ നിന്ന് എടുക്കും. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് ചൂടുകളോടെ ഒഴിച്ചിട്ട് സാമ്പാർ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിക്കാനുള്ളത് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ തുണിയില്ലാത്ത സത്യം മനസ്സിലായത്. ഞാൻ ഇന്ന് ചോറ് ആവിയേറ്റാൻ മറന്നുപോയടാ. എപ്പോഴും ചോറ് വെക്കാൻ മറക്കലാണ് പണി. ഇന്ന് ചോറ് വെച്ചത് ആവിയേറ്റാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ ആ സങ്കടത്തിൽ 2-3 പപ്പടം അങ്ങോട്ട് കാച്ചി ആ സങ്കടം അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടമൊക്കെ നെയ്സായിട്ട് കാച്ചി കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ, ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. ഇനി ചോറ് ആവിയേറ്റണം. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഇനി ചോറ് ഉണ്ണാൻ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. ഗുളിക അങ്ങോട്ട് വയറ്റി ചെന്നാൽ ഭയങ്കര വിശപ്പാണ്. പിന്നെ ഞാൻ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് വേഗം കയ്യോടെ മടക്കി വെക്കാന്ന് വിചാരിച്ചു. ആ വിഷമം അങ്ങോട്ട് തീരട്ടെ. ചോറ് എന്തായാലും ആവാൻ ഇനി ഒരു 10 മിനിറ്റെങ്കിലും പിടിക്കും കേട്ടോ. അപ്പൊ എന്തായാലും തുണി അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു. അത് ഏഷ്യന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ ഇടയിൽ അതിനൂസ് എന്തോ ഒരു കാര്യമായിട്ട് പണി ഒപ്പിക്കുന്നുണ്ട്. അവളെന്തെങ്കിലും ഒപ്പിക്കട്ടെ. പിന്നെ ഞാൻ എന്താ പപ്പടവും ചോറും സാമ്പാറും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഐഡൂസിന് ചോറ് വാരി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ബെഡ് മൊത്തം നിറയും. അപ്പൊ ഞാനെന്താ അവൾക്ക് ഒരു വായി വെച്ചു കൊടുത്ത് പിന്നെ ഞാനും നല്ല മാക്ക് അങ്ങോട്ട് കഴിച്ചിട്ടോ. എന്തൊരു ടേസ്റ്റാണ്. ഈ മീൻ വറുത്തതൊന്നും എൻ്റെ അല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലാണ്. പത്രമുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ?